എല്ലാവർക്കും നമസ്കാരം. ജയശങ്കര. ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ അവതരിപ്പിക്കുന്ന അഹം ബ്രഹ്മാസ്മി എന്ന പരിപാടിയിലേക്ക് ഇവർക്ക് സ്വാഗതം. ഇന്ന് അഹം ബ്രഹ്മാസ്മിയുടെ രണ്ടാമത്തെ സെഷനാണ്. ഭജഗോവിന്ദമാണ് ഈ ക്ലാസ്സുകളിൽ നടക്കുന്നത്. ആദ്യമായി ഗുരുസ്മരണയ്ക്കായി ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ ചെന്നൈ ചാപ്റ്ററിന്റെ കോർഡിനേറ്ററായ ശ്രീമതി സജന രാജേഷ് ഈ വേദിയിലേക്ക് സാദരം ക്ഷണിച്ചു കൊടുക്കുന്നു. ജയശങ്കര. 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 ശ്രുതി സ്മൃതി പുരാണാനാ ആലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം ശങ്കരം ലോകശങ്കരം. ജയശങ്കര. ജയശങ്കര. വളരെ സന്തോഷം സജനാജി. ഇന്നത്തെ ക്ലാസ് നടത്തുവാനായി നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട നമ്മുടെ ഗുരുനാഥനായ ഡോക്ടർ ജയകൃഷ്ണൻ നമ്പൂതിരി അവരുകളെ വേദിയിലേക്ക് ഞാൻ ആദരപൂർവ്വം ക്ഷണിച്ചു കൊടുക്കുന്നു. ജയശങ്കര. ജയശങ്കര. എല്ലാവർക്കും നമസ്കാരം. അജ്ഞാനാന്തർഗഹനപതിതൻ ആത്മവിദ്യോപദേശൈഃ ത്രാതും ലോകാൻ ഭവതപശിഖാൻ താപപാപക്ഷമാനൻ മുക്ത്വാ മൗനം വടവിടപിനോ മൂലതോ നിഷ്പതന്തി ശംഭോ മൂർത്തിശ്ചരതി ഭുവനേ ശങ്കരാചാര്യരൂപ സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഓം സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സവിത്രീഭിർവാചാം ശശിമണിശിലാഭംഗരുചിഭിः വശിന്യാദ്യാഭിസ്ത്വാം സഹജനനി സഞ്ജന്തയതിയഃ സകർത്താ കാവ്യാനാം ഭവതി മഹദം ഭംഗിരുചിഭിः വചോഭിർവാഗ്ദേവി വദനകമലാമോദമധുരൈ. ഓം ഹരിശ്രീ ഗണപതേ നമഃ. അവിഘ്നമസ്തു. ജഗദ്ഗുരു ആദിശങ്കരാചാര്യ സ്വാമികളാൽ വിരചിതമായിരിക്കുന്ന കൃതികളെ അർത്ഥമറിഞ്ഞ് പഠിക്കുന്നതിന് വേണ്ടിയാണ് നാം അഹം ബ്രഹ്മാസ്മി എന്ന ഈ പാഠ്യപദ്ധതി രൂപീകരിച്ചത്. അതിൻ്റെ ആദ്യത്തെ സെഷനിൽ 56 ക്ലാസ്സുകളിലൂടെ നാം 100 ശ്ലോകങ്ങളും സൗന്ദര്യലഹരി എന്ന മഹത്തായ കൃതിയിലെ 100 ശ്ലോകങ്ങളും അർത്ഥമറിഞ്ഞ് പഠിച്ച് ഉപാസിക്കുന്നതിനായിട്ട് നാം എല്ലാവരും തയ്യാറായി. ഇത് രണ്ടാമത്തെ സെഷൻ. അതായത് 56 ക്ലാസ്സിന് ശേഷം നമ്മൾ വീണ്ടും തുടങ്ങിയ പദ്ധതിയാണ് അഹം ബ്രഹ്മാസ്മിയിലെ ഭജഗോവിന്ദം. ഇവ തമ്മിലുള്ള വ്യത്യാസം, ഒന്ന്, അർത്ഥമറിഞ്ഞ് ദേവിയെ ഉപാസിക്കാനുള്ള തന്ത്രമന്ത്ര വിധികളായിരുന്നു ദൈവീകമായ വിധികളായിരുന്നു നമ്മൾ സൗന്ദര്യലഹരിയിൽ കണ്ടത്. ഭജഗോവിന്ദം എന്ന് പറയുന്ന സത്യത്തിൽ ഇതിൽ നാം കണ്ടുവരുന്നത് ധർമാചരണമാണ്, നമുക്കൊരു ഉപദേശമാണ്. ജഗദ്ഗുരു ആദിശങ്കരാചാര്യ സ്വാമികൾ സന്തോഷമായ ഒരു ജീവിതത്തിന് എങ്ങനെയാണ് നാം ജീവിക്കേണ്ടത് എന്ന് നമുക്ക് വളരെ ഭംഗിയായിട്ട് നമുക്ക് പറഞ്ഞു തരികയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആദ്യത്തെ ശ്ലോകം നമ്മൾ പഠിച്ചു. ആ ശ്ലോകത്തിന് ഉപരി ആ ഗോവിന്ദനെ ഭജിക്കുന്നതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് നാം സംസാരിച്ചു. ഭക്തിയുടെ പ്രയോജനങ്ങളെക്കുറിച്ച് നാം വളരെ ഗഹനമായിട്ട് അംബരീഷന്റെ എക്സാമ്പിളും അതേപോലെ തന്നെ ഗജേന്ദ്രന്റെ എക്സാമ്പിൾസ്, ഭാഗവതത്തിലെ പല പല ഉദാഹരണങ്ങളും ചൂണ്ടിക്കാട്ടി നാം അതിലേക്ക് ഗോവിന്ദനെ ഭജിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നാം പഠിക്കുകയുണ്ടായി. അപ്പം നാം അതും പറഞ്ഞു, ഒരു ഉത്തമ ഭക്തനോടൊപ്പം ഭഗവാൻ ആ ഭക്തന്റെ ദാസനായിട്ട് എപ്പോഴും കൂടെ ഉണ്ടാവും. അംബരീഷന്റെ കഥ അതിന് വളരെ പരമ ഉദാഹരണമാണ്. ഇതെല്ലാം നാം സംസാരിക്കുകയുണ്ടായി. പിന്നെ സാക്ഷാൽ ഭഗവത്ഗീതയില് ഭഗവാൻ തന്നെ പറയുന്നില്ല, ഗീത എന്ന് പറയുന്നത് എന്താണ്? ഭഗവാനാൽ ഉദ്ധരിച്ചിരിക്കുന്ന ഒന്നാണല്ലോ, ഭഗവാന്റെ മുഖത്ത് നിന്ന് വന്നിരിക്കുന്നതാണ്. ആ ഗീതയിൽ തന്നെ അദ്ദേഹം പറയുന്നത് എന്താണ്? സർവധർമാൻ പരിത്യജ്യ
മാമേകം ശരണം വ്രജ എന്നാണ് അല്ലേ. അപ്പൊ സകല ധർമ്മങ്ങളും എല്ലാം ഉപേക്ഷിച്ച് എന്നെ തന്നെ ആയിരിക്കണം ചിന്തിക്കേണ്ടത്, എന്നിലാണ് ചിന്തിക്കേണ്ടത്, എന്നെ ചിന്തിച്ചുകൊണ്ട് കർമ്മങ്ങൾ ചെയ്തുകൊള്ളൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണ്. അപ്പൊ അങ്ങനെ എല്ലാം നമ്മൾ ആ ഗോവിന്ദനെ ഭജിക്കേണ്ട, സാക്ഷാൽ നാരായണനെ ഭജിക്കേണ്ടതിൻ്റെ പ്രത്യേകതകളെ കുറിച്ച് നാം പഠിക്കുകയുണ്ടായി. പിന്നെ അതുമാത്രമല്ല, മരണഭയത്തിൽ നിന്ന് രക്ഷ നേടാൻ മറ്റൊന്നുമില്ല എന്ന് നാം പറഞ്ഞു അല്ലേ. കാലേ സന്നിഹിതേ സംപ്രാപ്തേ എന്ന് പറയുകയുണ്ടായി നമ്മൾ. വേറൊന്നുമില്ല അതിന്. നമ്മൾ അപ്പം ഓരോ സമയത്ത് നമ്മൾ വേണ്ട കാര്യങ്ങൾ വേണ്ടതുപോലെ ചെയ്യണം. ഇങ്ങനെയെല്ലാം നമ്മൾ പല കാര്യങ്ങളും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു. അപ്പൊ ഇന്ന് നമുക്ക് ചിന്തിക്കുവാനുള്ളത് രണ്ടാമത്തെ ശ്ലോകമാണ്. ഈ രണ്ടാമത്തെ ശ്ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ക്ലാസ്സിൽ നാം പറഞ്ഞു എന്ത്, ചർപ്പടമഞ്ജരി എന്നും അതേപോലെ തന്നെ ദ്വാദശ പഞ്ചരി എന്നും, ചർപ്പട പഞ്ചരിയും ദ്വാദശ പഞ്ചരി അല്ലെങ്കിൽ ചതുർദശ പഞ്ചരി ദ്വാദശ പഞ്ചരി, ഇങ്ങനെ രണ്ട് ഭാഗങ്ങളായിട്ട് കൂട്ടിച്ചേർത്താണ് 33 ശ്ലോകങ്ങളുള്ളത്. പല ആചാര്യന്മാരും ദ്വാദശ പഞ്ചരികാ സ്തോത്രമാണ് ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നു. ചില മറ്റേത് ചർപ്പട പഞ്ചരികാ സ്തോത്രം രണ്ടാമത്തെ ഭാഗമാണെന്ന് പറയുന്നു. ചില ആചാര്യന്മാർ തിരിച്ചും പറയുന്നു. ഏതായാലും കൂടുതൽ ആചാര്യന്മാരുടെ മതം സ്വീകരിച്ചുകൊണ്ട് ദ്വാദശ പഞ്ചരികാ സ്തോത്രം തന്നെ ആദ്യം നമുക്ക് പഠിച്ചു തുടങ്ങാം. അപ്പം അന്ന് പഠിച്ച ആദ്യത്തെ ആ ശ്ലോകം ഭജഗോവിന്ദം എന്നുള്ളത് ഒരു മാത്രം നാം ഉരുവിട്ടിട്ട് രണ്ടാമത്തെ ശ്ലോകം നമുക്ക് ഉരുവിടാം. അപ്പോൾ ഇത് പഠിക്കുന്ന രീതി ഞാൻ ഒരു 2 പ്രാവശ്യം ചൊല്ലാം. അത് കഴിഞ്ഞ് വാക്കുകളുടെ അർത്ഥം പറയാം. ഏതെങ്കിലും വാക്കുകൾക്ക് പ്രത്യേകതരമായ അർത്ഥവുമായിട്ട് ബന്ധപ്പെടുത്തണമെങ്കിൽ അങ്ങനെ ബന്ധപ്പെടുത്തി പറയാം. മൂന്നാമത് അതിൻ്റെ വാച്യാർത്ഥവും കൂടെ പറയാം. ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഒന്നുകൂടെ ചൊല്ലി പിന്നെ കൂട്ടത്തിലുള്ളവർ 1-2 ശ്ലോകങ്ങൾ ഒന്ന് ചൊല്ലുക. ഇത് വളരെ സരളമാണ്. നമ്മൾ സൗന്ദര്യലഹരി പഠിച്ചതുപോലെ അത്യധികമായ സംസ്കൃത പാണ്ഡിത്യത്തിൻ്റെ ആവശ്യം വരുന്നില്ല. വളരെ ലളിതമാണ്, നിങ്ങൾക്ക് ഏവർക്കും മനസ്സിലാവുന്നതും കൂടിയാണല്ലോ. ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ ചൊല്ലിയ ശ്ലോകം ഒന്ന് ചൊല്ലിയിട്ട് രണ്ടാമത്തെ ശ്ലോകത്തിലോട്ട് പോകാം. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ഡുകൃഞ്ച് കരണേ. രണ്ടാമത്തേത് അല്ലെങ്കിൽ ദ്വാദശ പഞ്ചരികയിലെ ഒന്നാമത്തേത്. മൂഢജഹീഹി ധനാഗമതൃഷ്ണാം കുരു സദ്ബുദ്ധിം മനസി വിതൃഷ്ണാം യല്ലഭസേ നിജ കർമ്മോപാത്തം വിത്തം തേന വിനോദയ ചിത്തം. മൂഢജഹീഹി ധനാഗമതൃഷ്ണാം കുരു സദ്ബുദ്ധിം മനസി വിതൃഷ്ണാം യല്ലഭസേ നിജ കർമ്മോപാത്തം വിത്തം തേന വിനോദയ ചിത്തം. സംഗീതാത്മകമായിട്ടൊന്നും ചൊല്ലാൻ ഒക്കുന്നില്ലെങ്കിലും എങ്ങനെ പറ്റുന്നുള്ളൂ. പിന്നെ എന്താണ് കഴിഞ്ഞ ഇതിനകത്ത് ശങ്കരാചാര്യ സ്വാമികൾ അപേക്ഷിക്കുകയാണ് ചെയ്തത്. എങ്ങനെ? ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. അപ്പം ഗോവിന്ദനെ ഭജിച്ചാലും ഗോവിന്ദനെ ഭജിച്ചാലും ഗോവിന്ദനെ ഭജിച്ചാലും എന്നിങ്ങനെ 3 പ്രാവശ്യം പറഞ്ഞ് അപേക്ഷിക്കുകയാണ്. ആരോട്? നമ്മളെല്ലാവരോടും. സംസാര ലോകത്തിൽ ഉഴന്നു നടക്കുന്ന നമ്മളോടെല്ലാവരും ഈ സംസാര ദുഃഖങ്ങളിൽ നിന്നുമെല്ലാം രക്ഷപ്പെടുവാൻ സാക്ഷാൽ നാരായണനെ ഭജിക്കണം എന്ന് ഒന്നാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ ശ്ലോകത്തിൽ മൂഢ എന്ന് വിളിച്ചതിന് അത്ര കാഠിന്യം ഇല്ല. കാഠിന്യം കുറവായിട്ടാണ് വേണം ആ ഭാഗത്ത് അങ്ങനെ വന്നതുകൊണ്ട്. രണ്ടാമത്തേത് ഇപ്പൊ ഈ ശ്ലോകം ചൊല്ലുമ്പം മൂഢജഹീഹി എന്നാണ്. അല്ലയോ മൂഢ എന്ന് തന്നെയാണ് വിളിക്കുന്നത്. അപ്പൊ ഈ മൂഢൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ഈ സംസാര ലോകത്തില് എന്താണ് നമ്മളെല്ലാത്തിനും വേണ്ടി കളത്രം സുഖം ബന്ധുവർഗം വയസ്യം ധനം ധന്യ ഭൃത്യം ഭുവഞ്ച ഇതെല്ലാം ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് നടക്കുന്ന നമ്മളെയാണ്
ഈ സംസാര ലോകത്തിൽ ഉഴന്നു നടക്കുന്ന നമ്മളെയാണ് ഇവിടെ മൂഢ എന്നുള്ള ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം മൂഢ, അലയോ ബുദ്ധിഹീനനായിരിക്കുന്ന മനുഷ്യ. പിന്നീടോ ജഹീഹി ധനാഗമ തൃഷ്ണാം എന്നാണ്. അപ്പൊ ധനാഗമ തൃഷ്ണാം ജഹീഹി. ജഹീഹി എന്ന് പറഞ്ഞാൽ ഉപേക്ഷിച്ചാലും. എന്തിനെയാണ്? തൃഷ്ണയെ. എന്തിൻ്റെ തൃഷ്ണ? തൃഷ്ണ എന്ന് പറഞ്ഞാൽ അധികമായ വർദ്ധിച്ചു വരുന്ന ആഗ്രഹം, അല്ലെങ്കിൽ അത്യാഗ്രഹം എന്ന് പറയാം. ഉപേക്ഷിച്ചാലും ആ വർദ്ധിച്ചു വരുന്ന ആഗ്രഹത്തെ അല്ലെങ്കിൽ അത്യാഗ്രഹത്തെ, എന്തിൻ്റെ? ധന ആഗമ തൃഷ്ണ. ആഗമം വെച്ചാൽ വരിക. അപ്പൊ ധനത്തെ ആഗമിപ്പിക്കുവാൻ, ധനത്തെ സ്വരൂപിക്കുവാൻ വേണ്ടിയുള്ള ആ സമ്പത്തിനെ. അപ്പൊ ധനം എന്ന് പറഞ്ഞാൽ എന്താണ്? സമ്പത്ത് സാധാരണ കാണുന്ന പണം മാത്രമല്ല, ഭൗതിക സമ്പത്ത് എല്ലാം തന്നെ സമ്പത്താണ്. ആരോഗ്യം ധനമാണ്, അല്ലേ? ബന്ധുബലം ധനമാണ്. നല്ല വാക്കുകൾ ധനമാണ്. പിന്നീടോ നമ്മൾ പറയാറില്ലേ, വിദ്യാധനം സർവധനാൽ പ്രധാനം എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോ നമ്മൾ സ്വരൂപിക്കുന്നതെല്ലാം ധനമാണ്. അപ്പോൾ എന്താണ്? പക്ഷേ ഇത് സ്വരൂപിക്കുന്നത് ഭൗതികമായ ധനങ്ങളെ സ്വരൂപിക്കുവാനുള്ള അത്യധികമായ എന്താണ്, അല്ലെങ്കിൽ അത്യാഗ്രഹം, ജഹീഹി, ഉപേക്ഷിച്ചാലും എന്നാണ് പറയുന്നത്. അപ്പം അല്ലയോ ബുദ്ധിഹീനനായ മനുഷ്യ, അതാണ് മൂഢ ജഹീഹി. മൂഢ, ബുദ്ധിഹീനനായ മനുഷ്യ, ജഹീഹി, ഉപേക്ഷിച്ചാലും. എന്തിനെ? ധന ആഗമ തൃഷ്ണാം. പണം, ധാരാളം സമ്പത്ത് സ്വരൂപിക്കാൻ. അപ്പം പണം മാത്രമല്ല, ധാരാളം സമ്പത്ത് നമ്മൾ സ്വരൂപിക്കുന്നതെല്ലാം സമ്പത്താണ്. അത് നല്ലതാണോ ചീത്തയാണോ എന്ന് അതിൻ്റെ പിന്നീടുള്ള പാർശ്വഫലങ്ങൾ കൊണ്ടാണ് നാം മനസ്സിലാക്കുന്നത്. അപ്പൊ ആ ധനാഗമ തൃഷ്ണയെ, ആ അത്യാഗ്രഹത്തെ ജഹീഹി, ഉപേക്ഷിച്ചാലും എന്നാണ്. നമ്മൾ ഭഗവത്ഗീതയിൽ പറയാറുണ്ട്, എന്നല്ലേ? കർമ്മണ്യേവാധികാരസ്ഥേ മാ ഫലേഷു കഥാചന എന്ന. കർമ്മം ചെയ്യുവാനേ പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ കർമ്മം ചെയ്യുക. ഫലം എന്ത് സിദ്ധിക്കുന്നു, നമ്മൾ ഇന്നത് നേടും എന്ന് ചിന്തിച്ച് കർമ്മം ചെയ്യാതിരിക്കുക. കർമ്മത്തിനോടുള്ള വ്യഗ്രതയോടുകൂടി കർമ്മം ചെയ്യുക. ഈശ്വരധ്യാനം ചെയ്തുകൊണ്ട് കർമ്മം ചെയ്യുക. ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. നമ്മൾ കർമ്മസന്യാസത്തെക്കുറിച്ചൊക്കെ പഠിച്ചിരുന്നു. അപ്പോ മൂഢജഹീഹി ധനാഗമ തൃഷ്ണാം കുരു സദ്ബുദ്ധിം മനസി വിതൃഷ്ണാം. അപ്പൊ ഈ ധനം എന്ന് പറയുന്നത് സാക്ഷാൽ ഉത്തമമായ ധനം എന്ന് ശങ്കരാചാര്യ സ്വാമികൾ അദ്ദേഹത്തിന്റെ വാക്യവൃത്തി എന്ന കൃതിയിൽ പറയുന്നുണ്ട്. എന്താണ്? സർഗസ്ഥിതി പ്രളയഹേതുരചിന്യ ശക്തിം വിശ്വേശ്വരം വിദിത വിശ്വമനന്തമൂർത്തിം നിർമുക്ത ബന്ധനമപാര സുഖാംബുരാശിം ശ്രീവല്ലഭം വിമലബോധധനം നമാമി. ശ്രീവല്ലഭം വിമലബോധ ധനം നമാമി എന്നാണ്. ആ ഉത്തമമായ ബോധമായ ശ്രീവല്ലഭൻ. ശ്രീയുടെ വല്ലഭൻ ആരാണ്? വിഷ്ണു. ശ്രീ എന്ന് പറയുന്ന ലക്ഷ്മി ദേവി. ആ ശ്രീവല്ലഭൻ എവിടെയാണ്? പരമാത്മാവാണ്. ശ്രീവല്ലഭം വിമലബോധധനം നമാമി. അതാണ് ഏറ്റവും വലിയ ധനം. ആ ശ്രീവല്ലഭൻ നമ്മുടെ ഉള്ളിലാണ് എന്നുള്ള ആ ബോധത്തോടു കൂടിയിരിക്കുന്ന അങ്ങനെയുള്ള ആ ശ്രീവല്ലഭനെയാണ് നാം നമസ്കരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. അപ്പൊ അദ്വൈത സിദ്ധാന്തമാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് വാക്യവൃത്തിയിൽ. പിന്നീടോ അപ്പൊ സർഗസ്ഥിതി പ്രളയഹേതുരചിന്യ ശക്തി. സർഗം എന്ന് പറഞ്ഞാൽ ഉദ്ഭവ സമയം, അല്ലെങ്കിൽ കാലമുണ്ടായ കാലത്ത്, സൃഷ്ടി ഉണ്ടായ സമയത്തെയാണ് സർഗം എന്ന് പറയുന്നത്. അപ്പൊ സർഗസ്ഥിതി, സർഗം, സ്ഥിതി, പ്രളയം. സൃഷ്ടി, സ്ഥിതി, പ്രളയം, ഈ 3 കാലങ്ങളിലും എന്നാണ്. സർഗസ്ഥിതി പ്രളയഹേതു, അതിന് കാരണഭൂതനായിരിക്കുന്ന അചിന്യമായിരിക്കുന്ന ശക്തി. സർഗസ്ഥിതി പ്രളയഹേതുരചിന്യ ശക്തി ആരാണ്? വിശ്വേശ്വരം, വിശ്വത്തിന് മുഴുവൻ ഈശ്വരനായിരിക്കുന്ന വിദിത വിശ്വമനന്തമൂർത്തി. ഈ വിശ്വം മുഴുവൻ നമസ്കരിക്കുന്ന അനന്തമൂർത്തിയായിരിക്കുന്ന സാക്ഷാൽ നാരായണൻ. അങ്ങനെയുള്ള നാരായണൻ എന്താണ്? അപ്പൊ ആ നാരായണനെ വേണമെങ്കിൽ എന്താണ്? നിർമുക്ത ബന്ധനമപാര സുഖാംബുരാശു. ഇവിടെ സുഖാംബുരാശു എന്നാണ്. സുഖമാണ്, അപ്പം ആനന്ദമാണ്. ആ ആനന്ദം അനുഭവിക്കണമെങ്കിൽ എന്ത്? ബന്ധങ്ങളിൽ നിന്ന് നമ്മൾ ഉപേക്ഷ വരണം. അതുകൊണ്ടാണ് ഈ പറഞ്ഞത്. ഈ 2ാമത്തെ ശ്ലോകത്തിൽ വിതൃഷ്ണാം എന്ന് പറയുന്നുണ്ട്. ഈ തൃഷ്ണകളെ, ആഗ്രഹങ്ങളിൽ നിന്നുമെല്ലാം നമ്മൾ ഒഴിവാകണം. വൈരാഗ്യത്തിലോട്ട് നമ്മൾ പോകണം. അപ്പോൾ ഉണ്ടാകുന്നത് എന്താണ്? സന്തോഷമാണ്. വിതൃഷ്ണാം എന്നാണ് അടുത്ത വരിയിൽ പറഞ്ഞിരിക്കുന്നു. തൃഷ്ണ എന്ന് പറഞ്ഞാൽ അത്യാഗ്രഹം. വിതൃഷ്ണ, ഈ ആഗ്രഹങ്ങൾ, ഈ അത്യാഗ്രഹങ്ങളെല്ലാം ഒഴിവാക്കി
വൈരാഗ്യത്തെ നമ്മൾ പ്രാപിക്കണം. കർമ്മം ചെയ്യുക, ഈശ്വരധ്യാനത്തോടു കൂടി കർമ്മം ചെയ്യുക, കർമ്മത്തിൻ്റെ ഫലം നമ്മൾ ഉപയോഗിച്ചു കൊള്ളുക. പക്ഷേ അത്യാഗ്രഹം പാടില്ല, വൈരാഗ്യമാണ് നമുക്ക് വേണ്ടത് എന്നാണ് ശങ്കരാചാര്യസ്വാമികൾ തൻ്റെ വാക്യവൃത്തിയിൽ തന്നെ പറഞ്ഞു വെച്ചിരിക്കുന്നു. അപ്പൊ ഇവിടെ എന്താണ്? കുരു സദ്ബുദ്ധിം മനസ്സി വിതൃഷ്ണാം. വിതൃഷ്ണാം എന്ന് പറഞ്ഞാൽ എങ്ങനെ? മനസ്സിൽ ആണ്. മനസ്സി വിതൃഷ്ണാം. മനസ്സി എന്ന് പറഞ്ഞാൽ മനസ്സിൽ, വിതൃഷ്ണാം മനസ്സില് നമ്മൾ വൈരാഗ്യത്തെ ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ വൈരാഗ്യം വരുമ്പോൾ ഈ ബന്ധനങ്ങളിൽ നിന്നെല്ലാം നമ്മൾ മുക്തി നേടുന്നു. നിർമുക്ത ബന്ധനം അപാര സുഖാംബുരാശി. അപ്പൊ അതിന് പരമമായ ആനന്ദം ലഭിക്കുന്നു എന്നുള്ളതാണ്. എന്നിട്ടോ അപ്പൊ എന്താ സൃഷ്ടിക്കുക? സദ്ബുദ്ധിം കുരു എന്നാണ്. സദ്ബുദ്ധിം കുരു എന്ന് പറഞ്ഞാൽ, സദ്ബുദ്ധിം എന്ന് പറഞ്ഞാൽ നല്ല ചിന്തകൾ. നല്ല ചിന്തകൾ ഉണ്ടെങ്കിൽ മാത്രമേ നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ ഒക്കുകയുള്ളൂ. അപ്പൊ സദ്ബുദ്ധിം കുരു, കുരു എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് കുടിയിരുത്തുക എന്നാണ്. അപ്പൊ എൻ്റെ മനസ്സിൽ, നിന്റെ മനസ്സിൽ അത്യാഗ്രഹങ്ങളെ എല്ലാം മാറ്റി വിതൃഷ്ണാം, വിതൃഷ്ണാം മനസ്സി, മനസ്സി വിതൃഷ്ണാം മനസ്സിൽ അത്യാഗ്രഹത്തെ എല്ലാം മാറ്റി വൈരാഗ്യത്തെ കൊണ്ടുവന്നിട്ട് സദ്ബുദ്ധിം കുരു, സദ്ബുദ്ധിയെ അവിടെ പ്രതിഷ്ഠിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ വൈരാഗ്യം എന്ന് പറഞ്ഞപ്പോ, ഈ വിതൃഷ്ണാം എന്ന് പറഞ്ഞപ്പോഴാണ് സത്യത്തില് കഠോപനിഷത്തില് നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ ഒന്ന് സൂചിപ്പിച്ചു വെച്ചിരുന്നു. നചികേതസ് എന്ന ഒരു കഥാപാത്രത്തെ പറയുന്നുണ്ട്. വജിശ്രവസന്റെ പുത്രനായ നചികേതസ് യമധർമ്മരാജാവിന്റെ കൊട്ടാരത്തിൽ എത്തുന്നതും ആ കൊട്ടാരത്തിൽ എത്തുന്ന വരെയുള്ള കഥ ഞാൻ പോകുന്നില്ല. അപ്പോ ഇങ്ങനെ ഒരു ബാലകൻ അവിടെ വന്നപ്പോൾ അദ്ദേഹം ആത്മാവിന്റെ സത്യാന്വേഷണത്തിനായിട്ടാണ് ചെന്നത്. പക്ഷെ ആ സത്യം പറയുവാൻ അവന് മടിയായതുകൊണ്ട് പല കാര്യങ്ങൾ പറഞ്ഞ് ഈ കുട്ടിയെ പറഞ്ഞു വിടുവാൻ ശ്രമിച്ചു. ഞാൻ ധനം തരാം, സ്വർണം തരാം, ആഗ്രഹിക്കുന്ന മറ്റു കാര്യങ്ങളെല്ലാം തരാം, ഈ ചോദ്യത്തിന് ഉത്തരമൊഴിച്ച് സകല സമ്പത്തും ആ ബാലകന് നൽകാം എന്ന് യമധർമ്മരാജാവ് പറഞ്ഞു. പക്ഷെ ഇതൊന്നും കേട്ടിട്ട് എനിക്കതൊന്നും വേണ്ട. അദ്ദേഹത്തിന് ഈ ചോദ്യത്തിൻ്റെ ആത്മാവിൻ്റെ അന്വേഷണം, സത്യാവസ്ഥ മാത്രം അദ്ദേഹത്തിന് അറിഞ്ഞാൽ മതി. അങ്ങനെ ഒരുപാട് പറഞ്ഞപ്പോൾ, എന്തുകൊണ്ടാണ് നീ അങ്ങനെ ചോദിക്കുന്നത്? ഈ സമ്പത്തുകളൊക്കെ നീ തിരസ്കരിക്കണോ? അപ്പൊ ഞാൻ എന്താണ് ഈ വിതൃഷ്ണാം എന്ന് പറഞ്ഞാണ്, ധനം വിതൃഷ്ണാം എന്ന് പറഞ്ഞാണ്, ഈ സമ്പത്തുകളൊക്കെ നീ കളയണോ? അപ്പൊ വിതൃഷ്ണാം, വൈരാഗ്യം എങ്ങനെയാണ് വേണ്ടതെന്ന് അദ്ദേഹം പറയാണ്. ഭോഗേ രോഗഭയം, കുലേ ച്യുതിഭയം, വിത്തേ നൃപാലാത് ഭയം, മാനേ ദൈന്യഭയം, ബലേ ഋഭയം, രൂപേ ജരായാത് ഭയം, ശാസ്ത്രേ വാദിഭയം, ഗുണേ ഖലഭയം, കായേ കൃതാന്താത് ഭയം, സർവം വസ്തുഭയന്വിതം ഭുവിധൃണം വൈരാഗ്യമേവാഭയം. അപ്പൊ ഈ വിതൃഷ്ണാം, ഇത് മാത്രമേ നമുക്ക് അഭയമുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഈ പറയുന്ന സമ്പത്തുകൾ? ധന ആഗമ തൃഷ്ണാം എന്ന് പറഞ്ഞു. സമ്പത്ത്, ധനം എന്ന് പറഞ്ഞാൽ പണം മാത്രമല്ല, ഭൗതിക തൃഷ്ണകളെല്ലാം തന്നെയാണ്. അപ്പൊ എന്താണ്? ഭോഗങ്ങൾ. ധാരാളം ആഹാരം കഴിച്ചുകൊണ്ടിരുന്നാലും നമുക്ക് ഇരുന്ന് കഴിഞ്ഞാൽ ശരീരത്തിന് ദുർമേധസ് ഉണ്ടാവും, ഇല്ലേ? അപ്പൊ ഭോഗങ്ങളാൽ എന്ത് പറ്റുന്നു? രോഗഭയമാണ്. നമുക്ക് ഒരുപാട് കഴിച്ചാൽ എന്താവും, അല്ലെങ്കിൽ ഒരുപാട് ഭോഗങ്ങൾ നടത്തി കഴിഞ്ഞാൽ എന്തൊക്കെ വരാം? അസുഖങ്ങൾ ഉണ്ടാകാം. അപ്പൊ ഭോഗേ രോഗഭയം ഉണ്ടാകുന്നു. പിന്നീടോ കുലേ ച്യുതിഭയം, നല്ല കുലമാണെങ്കിലോ ആ കുലത്തിന്റെ പേര് ചീത്തയാവരുത്, അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളാണ്. നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോഴും എൻ്റെ കുലത്തെ ചിന്തിച്ചുകൊണ്ട് എനിക്ക് എന്തെങ്കിലും കർമ്മം ചെയ്യാൻ പറ്റുള്ളൂ. കുലത്തിന് പേരുണ്ട്, കുലത്തിന്റെ പേര് നഷ്ടപ്പെട്ടുകൂടാ. നമ്മൾ പറയാമല്ലോ, എൻ്റെ കുടുംബം വളരെ പ്രശസ്തമാണ്, അപ്പൊ അതിന് പേര് നഷ്ടപ്പെട്ടുകൂടാ. അപ്പൊ കുലേ ച്യുതിഭയം, വിത്തേ നൃപാലാത് ഭയം. ധാരാളം ധനമുണ്ടെങ്കിലോ, അന്നത്തെ കാലത്ത് രാജാവാണ്, രാജഭരണമാണ്, രാജാവിന് കപ്പം കൊടുക്കണം. ഇന്ന് നമ്മൾ ടാക്സ് അടയ്ക്കണം, ഇല്ലേ? എന്തെങ്കിലും മേടി നമുക്ക് 40% വരെ ടാക്സ് കൊടുക്കണം. അപ്പം വിത്ത് ഇവിടെ ധനമാണ്. വിത്തേ, അന്ന് നെല്ലുമൊക്കെ ആണല്ലോ. വിത്തേ നൃപാലാത് ഭയം, കപ്പം കൊടുക്കണം. പിന്നീടോ മാനേ ദൈന്യഭയം, അഭിമാനമുള്ളവന് മറ്റൊരാളുടെ മുമ്പിൽ അഭിമാനം നഷ്ടപ്പെടാതിരിക്കാനുള്ള ഭയം, നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം. എപ്പോഴും അഭിമാനം കാത്തു സൂക്ഷിക്കുവാൻ വേണ്ടിയുള്ള തൃഷ്ണയാണ്. അപ്പൊ തൃഷ്ണകളാണ്, എല്ലാം തൃഷ്ണകളാണ്. പിന്നീടോ ബലേ രിപുഭയം, ശക്തിയുള്ളവനാണെങ്കിലോ ശത്രുക്കളെ കുറിച്ചുള്ള ഭയം. സമൂഹത്തിൽ ഒരല്പം കഴിവുള്ളവനാണ്, എല്ലാം നേടിയെടുക്കുവാൻ കഴിവുള്ളവനാണെങ്കിലോ ധാരാളം ശത്രുക്കളുണ്ടാവും. അപ്പൊ തന്നെ ആരും ജയിക്കരുത് എന്നുള്ളൊരു ഭയവുമുണ്ട്. അപ്പൊ ബലേ രിപുഭയം. പിന്നീടോ രൂപേ ജരായാത് ഭയം,
നല്ല രൂപമുള്ളവനാണെങ്കിൽ, നമ്മൾ അങ്ങനെയല്ലേ അന്ന് പറഞ്ഞില്ല, ചീകിയും അഴക എന്നൊക്കെ പറഞ്ഞു. അപ്പൊ നല്ല രൂപമുള്ളവന് എനിക്ക് പ്രായമാകുമോ, ജരായാഭയം, ഞാൻ ഇപ്പോഴെങ്ങനെയാണോ ഇരിക്കുന്നത്, എന്നെ കാണുവാൻ വീണ്ടും മോശമായി പോകുമോ, ഇനി പ്രായം കൂടുന്തോറും എനിക്ക് ജരാനരകൾ ബാധിച്ച് ഞാൻ വയസ്സനായി മാറുമോ? ഇപ്പൊ നമ്മൾ ഡൈ ഒക്കെ ഇടുമല്ലോ എല്ലാവരും, ഇല്ലേ? അപ്പം വീണ്ടും സുന്ദരനും സുന്ദരിയുമാവാൻ നാം ശ്രമിക്കുന്നു. അന്നത്തെ കാലത്ത് ഇനി അങ്ങനെ ഉണ്ടായിരുന്നില്ലായിരിക്കാം. അപ്പൊ രൂപേ ജരായാഭയം. പിന്നീടോ ശാസ്ത്രേവാതിഭയം. ജ്ഞാനിയാണെങ്കിലോ, അറിവുള്ളയാളാണെങ്കിലോ, തന്നേക്കാൾ അധികമുള്ള മറ്റാരെങ്കിലും വരുമോ, അല്ലെങ്കിൽ പറഞ്ഞു തോൽപ്പിക്കുമോ എന്നൊക്കെയുണ്ട്. പണ്ട് നമ്മൾ അങ്ങനെയല്ലേ, നമ്മുടെ കാക്കശ്ശേരി ഭട്ടതിരിയുടെ കഥ. കാക്കശ്ശേരി ഭട്ടതിരിയെ ഉദ്ദണ്ഡ ശാസ്ത്രികള് തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ വരുമായിരുന്നു. കേരളത്തിൽ വന്നിട്ട് അദ്ദേഹം പലായധ്വം രേരേ ദുഷ്കവികുഞ്ചര ആയൻ വേദന്ത വനസഞ്ചാരി ആയാത് ഉദ്ദണ്ഡകേസരി എന്ന് പറഞ്ഞാ വരുന്നത്. അങ്ങനെ പറഞ്ഞ് അദ്ദേഹത്തെ ആരും തോൽപ്പിക്കാനില്ലാതെ കേരളത്തിലെ ജനങ്ങള് പ്രാർത്ഥിച്ച് കാക്കശ്ശേരി ഭട്ടതിരിക്ക് ജന്മമുണ്ടായി. കാക്കശ്ശേരി ഭട്ടതിരിയാണ് അദ്ദേഹത്തെ തോൽപ്പിച്ചു വിട്ടത്. അകാരോ ഹ്രസ്വ എന്ന് അദ്ദേഹം പറഞ്ഞപ്പം നഹി നഹി അകാരോ ഹ്രസ്വ ആകാരോ ദീർഘ എന്ന് പറഞ്ഞു. അതായിരുന്നു ഒന്നിത്തെ പല ചോദ്യങ്ങൾ ഉത്തരം കൊടുത്തു. അങ്ങനെ ഉദ്ദണ്ഡരെ തോൽപ്പിച്ച് പറഞ്ഞു വിട്ടു. അപ്പൊ പറഞ്ഞത് ശാസ്ത്രേവ അതിഭയം എന്നാണ്. അപ്പൊ ശാസ്ത്രം അറിയുന്നവന് ആരെങ്കിലും വാദിക്കുമോ, തന്നെ തോൽപ്പിക്കുമോ എന്നുള്ള ഭയം വരുന്നു. പിന്നീടോ ഗുണേ ഖലഭയം കായേ കൃതാന്താത് ഭയം. ഗുണമുണ്ടെങ്കിൽ നല്ല ഗുണങ്ങളെല്ലാം ഖലഭയം, അതെല്ലാം നശിച്ചു പോകുമോ എന്നുള്ള ഭയം. പിന്നീടോ കായേ കൃതാന്താത് ഭയം. കായം എന്ന ശരീരം, ആ ശരീരത്തിനെ കൃതാന്താത് ഭയം, അതിന് അവസാനമുണ്ടാകുമോ, ശരീരം നശിച്ചു പോകുമോ എന്നുള്ള ഭയം. സർവം വസ്തുഭയന്വിതം. അങ്ങനെ ഈ ഭൂമിയിലുള്ള നാം സമ്പാദിക്കുന്ന ധനങ്ങളെല്ലാം, നാം എന്താണോ സമ്പാദിക്കുന്ന ഭൗതികമായി സമ്പാദിക്കുന്നതെല്ലാം തന്നെ വസ്തുഭയന്വിതം, ഒരു ഭയത്തിന് അടിമപ്പെട്ടിരുന്നു. എന്താണ് ആ ഭയം? നശിക്കും എന്നുള്ളതാണ്. അതാണ് മരണഭയത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ എന്താണ് ഗോവിന്ദം ഭജ ഗോവിന്ദം. പ്രാപ്തേ സന്നിഹിതേ കാലേ എന്ന് പറഞ്ഞല്ലേ, പ്രാപ്തേ സന്നിഹിതേ കാലേ ഗോവിന്ദം ഭജ ഗോവിന്ദം എന്ന് പറഞ്ഞു. അപ്പോ ഈ ഭുവിധണം വൈരാഗ്യമേവാഭയം. അപ്പൊ ഈ ഭൂമിയില് ആകെ ശാശ്വതമായിട്ടുള്ളത് വൈരാഗ്യം എന്ന് പറയുന്ന അവസ്ഥ. എന്താണ് ആ വൈരാഗ്യം? നിർമുക്ത ബന്ധനം അപാര സുഖാംബുരാശിം. എല്ലാ ദുഃഖങ്ങളെയും, എല്ലാ ബന്ധങ്ങളെയും, എല്ലാ തൃഷ്ണകളിൽ നിന്നും എന്താണ് വിതൃഷ്ണാം, ആ തൃഷ്ണകളിൽ നിന്നുമെല്ലാം ഉരിമാറ്റിയിട്ട് സാക്ഷാൽ ഭഗവത് പാദങ്ങളെ മാത്രം സ്മരിച്ചുകൊണ്ട് നടക്കുമ്പോൾ, കർമ്മം ചെയ്യേണ്ടെന്നല്ല. എങ്ങനെയാണ്? സ്വധർമ്മേ നിധനം ശ്രേയ പരധർമ്മോ ഭയാവഹ എന്നാണ്. സ്വന്തം ധർമ്മങ്ങളും കർമ്മങ്ങളും ചെയ്തുകൊണ്ടേ ഇരിക്കുക തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോ അങ്ങനെ ആവുമ്പോ വിതൃഷ്ണയോടുകൂടി സദ്ബുദ്ധിം ഗുരു, മനസ്സിൽ നല്ല ബുദ്ധി വെച്ച് ഉണ്ടാവണം, ആ നല്ല ബുദ്ധിയെ കുടിയിരുത്തണം എന്നാണ്. അങ്ങനെ വരുമ്പോൾ മാത്രമേ നമുക്ക് സമാധാനം, സന്തോഷം കിട്ടുക എന്നുള്ളതാണ്. പിന്നീടോ യല്ലഭസേ നിജ കർമ്മോപാത്തം. എന്താണ് നിജ കർമ്മോപാത്തം? നിജൻ എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അവനവന്, നിജ കർമ്മോപാത്തം. കർമ്മം എന്ന് പറഞ്ഞാൽ ഈ ധർമ്മം. ഇപ്പൊ ഞാൻ പറഞ്ഞു സ്വധർമ്മേ നിധനം ശ്രേയ എന്ന് പറഞ്ഞു. സ്വന്തം ധർമ്മങ്ങള്, ധർമാനുഷ്ഠിതമായിരിക്കുന്ന കർമ്മങ്ങള്. സ്വധർമ്മേ നിധനം ശ്രേയ പരധർമ്മോ ഭയാവഹ. മറ്റു ധർമ്മങ്ങൾ, ധാരാളം ധനം സമ്പാദിക്കാം എന്ന് ചിന്തിച്ച് മറ്റു ധർമ്മങ്ങളിലോട്ട് പോയി ചെയ്യാതിരിക്കുക. അപ്പൊ എന്താണ്? നിജ കർമ്മോപാത്തം. ഓരോരുത്തർക്കും നിജ കർമ്മോപാത്തം, ആ കർമ്മം തന്നിൽ അർപ്പിച്ചിരിക്കുന്ന ആ കർമ്മം ചെയ്തുകൊണ്ട് എന്നാണ്. അല്ലെങ്കിൽ ആ കർമ്മത്തിലൂടെ ലഭസേ എന്നാണ്. അതെങ്ങനെയാണ്? യത് വിത്തം ലഭസേ എന്നാണ്. താഴത്തെ ലൈനിൽ വിത്തം എന്ന് എഴുതിയിട്ടുണ്ട്. യത് വിത്തം ലഭസേ. വിത്തം എന്ന് പറഞ്ഞാൽ ധനം. യത് വിത്തം ലഭസേ. അപ്പോ നിജകർമ്മോപാത്തം യത് വിത്തം ലഭസേ. അവനവന് കർമാനുസൃതമായി ലഭിക്കുന്ന യാതൊരു ധനമാണോ. പിന്നീടോ തേന വിനോദയ ചിത്തം. തേന എന്നാൽ അതുകൊണ്ട്, അല്ലെങ്കിൽ അതിനെ കൊണ്ട്. വിനോദയ ചിത്തം എന്നാണ്. അപ്പൊ ചിത്തം വിനോദയ. ചിത്തം എന്ന് പറഞ്ഞാൽ മനസ്സ്. ആ മനസ്സിനെ വിനോദയ, സന്തോഷിപ്പിക്കുക. അപ്പൊ അതല്ലേ നേരത്തെ പറഞ്ഞതും സുഖാംബുരാശിം എന്ന് പറഞ്ഞു. നിർമുക്ത ബന്ധനം അപാര സുഖാംബുരാശിം. ഇവിടെ പറയുന്ന മനസ്സി വിതൃഷ്ണാം, എല്ലാ തൃഷ്ണകളും ഒഴിവാക്കിയിട്ട് അവനവന് കിട്ടുന്ന. അപ്പൊ ഇവിടെ പറയുന്ന ധനസമ്പാദനത്തിനുള്ള അത്യാഗ്രഹത്തെയാണ് ഇവിടെ തൃഷ്ണാം എന്ന വഴിയിലൂടെ പറഞ്ഞത്. അങ്ങനെയുള്ള അത്യാഗ്രഹത്തെ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഇവിടെ നിഷേധിക്കുകയാണ് അത്യാഗ്രഹത്തെ.
അത്യാഗ്രഹത്തെ നിഷേധിച്ചുകൊണ്ട് അവനവൻ്റെ കർമ്മഫലത്തെ, ആ കർമ്മഫലം കൊണ്ട് ലഭിക്കുന്ന ധനത്തെ അതുകൊണ്ട് തൃപ്തിയായിട്ട് സന്തോഷവാനായിട്ട് ജീവിക്കണം എന്നാണ്. ധനം ഉണ്ടാക്കണ്ട എന്ന് പറയുന്നില്ല. എന്ന് ധർമാർത്ഥ കാമ മോക്ഷമൊക്കെ നമുക്കറിയാം. ധർമ്മത്തിലൂടെ നാം ധർമ്മമാർഗത്തിലൂടെ കർമ്മം ചെയ്യുകയും ധനം സമ്പാദിക്കുകയും ആഗ്രഹങ്ങളെല്ലാം സഫലീകൃതമാകുകയും അവസാനം മോക്ഷലക്ഷ്യത്തോടു കൂടി ആവുകയും കൂടെ വേണം എന്നെല്ലാം നമ്മൾ പുരുഷാർത്ഥങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ പറയുകയുണ്ടായി. അപ്പോൾ ഇവിടെയും അതുതന്നെയാണ് പറയുന്നത്. എന്ത്? ധനസമ്പാദനത്തിനുള്ള അത്യാഗ്രഹം പാടില്ല. അങ്ങനെയുള്ള അത്യാഗ്രഹത്തെ എല്ലാം കളഞ്ഞ് മനസ്സിൽ നല്ല ചിന്തകളെ കുടിയിരുത്തിക്കൊണ്ട് തനിക്കുള്ള കർമ്മം എന്താണോ ആ കർമ്മത്തെ ഭംഗിയായിട്ട് ചെയ്തുകൊണ്ട് അതിൽ നിന്നും ലഭിക്കുന്ന ധനം, ആ ധനം കൊണ്ട് സ്വന്തം മനസ്സിനെ സന്തോഷമായി വയ്ക്കുക. അതാണ് വിനോദയ ചിത്തം. ചിത്തം വിനോദയ എന്നാണ്, മനസ്സിനെ സന്തോഷമായി വെക്കുക. അപ്പൊ ആനന്ദത്തിലേക്ക് ഉള്ള ഒരു മാർഗത്തെ കൂടിയാണ് ഇവിടെ പറയുന്നത്. നമ്മള് ഈ ആനന്ദത്തെക്കുറിച്ചും അത് മാത്രമല്ല ഭക്തി അനിവാര്യമാണ് എന്ന് നാം കഴിഞ്ഞ ഇതിൽ പഠിച്ചിരുന്നു ഇല്ലേ? ഏതാ സൗന്ദര്യലഹരിയിൽ പറഞ്ഞു എന്ത്? ദേവി വാഞ്ചിതാർത്ഥപ്രദയാണെന്നും നമ്മൾ ആ 22ാമത്തെ ശ്ലോകം ചൊല്ലിയപ്പം പറഞ്ഞില്ലേ? ഭവാനിത്വം ദാസേ മൈ വിതര ദൃഷ്ടിം സകരുണാമിതി സ്തോതും വാഞ്ചൻ കഥയതി ഭവാനിത്വമിതിയ. അപ്പോൾ എന്നെ ഒന്ന് എന്താണ്, ഹേ ഭവാനി, അങ്ങയുടെ ദാസനിൽ കാരുണ്യമുണ്ടാകണേ എന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പോഴത്തേക്കും ദേവി എന്താണ് തന്നിൽ അങ്ങനെയുള്ള ആൾക്ക് ദേവിയുടെ സായുജ്യ പദവിയെ കൊടുത്തു എന്നൊക്കെ നാം ആ ശ്ലോകങ്ങൾ പഠിച്ചു. അങ്ങനെ ഒരു ഭഗവാനെ ഭക്തനോട് ഭജിക്കുന്ന ഒരു ഉപാസകന് എല്ലാ കർമ്മങ്ങളും മംഗളമായിട്ട് വരും എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെ വേണം? വിതൃഷ്ണ. അപ്പോൾ വൈരാഗ്യ ബുദ്ധിയോടുകൂടി അത്യാഗ്രഹങ്ങളില്ലാതെ ചെയ്തു കഴിഞ്ഞാൽ ധനസമ്പാദനയ്ക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പവുമില്ല. അപ്പം ഞാനിത് പറഞ്ഞു, ആരോഗ്യം എന്ന ഒരു ധനമാണ്, ബന്ധുവനം ധനമാണ്, വിദ്യ ധനമാണ്, നല്ല വാക്കുകൾ ധനമാണ്, നാം സ്വരൂപിക്കുന്നതെല്ലാം ധനമാണ്. അപ്പം നല്ലത് മാത്രം സ്വരൂപിക്കുക, നല്ല സമ്പത്തുണ്ടാകുക. പിന്നീടോ ഏറ്റവും വലിയ ധനം വിമലബോധ ധനം എന്ന് പറയുന്ന സാക്ഷാൽ പരമാത്മാവായിരിക്കുന്ന മുകുന്ദൻ, സാക്ഷാൽ ഗോവിന്ദൻ തൻ്റെ ഉള്ളിൽ തന്നെയുണ്ട് എന്നുള്ള അദ്വൈത ബോധം കൂടിയാണ് എന്നുള്ളതാണ്. അപ്പം എന്താണ്? അങ്ങനെ വരുമ്പോൾ സദ്ബുദ്ധിം ഗുരു, നല്ല ബുദ്ധി ഉണ്ടാകും, നല്ല ബുദ്ധിയെ കുടിയിരുത്തുവാൻ സാധിക്കും എന്നുള്ളതും കൂടിയാണ്. എനിക്കൊരിക്കൽ ഗുരുവായൂർ തൊഴാനായിട്ട് ഇങ്ങനെ അകത്തോട്ട് കയറുകയാണ്. അത് ഭയങ്കര ക്യൂവാ. അപ്പൊ ക്യൂവിൽ നിന്നുകൊണ്ട് കൈപൊക്കി ഒരു ഭക്തൻ തൊഴുകയാണ്. ഭഗവാനെ നാരായണ, ഭഗവാനെ നാരായണ, എനിക്ക് നല്ല ബുദ്ധി തരണേ, എനിക്ക് നല്ല ബുദ്ധി തരണേ, എനിക്ക് നല്ല ബുദ്ധി തരണേ എന്നാണ് അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ കുട്ടിക്കാലത്താ, എനിക്കത് ഇന്നും ഓർമ്മയുണ്ട്. അപ്പൊ അന്ന് ഇത്ര ചിന്തിക്കാനുള്ള ശക്തി നമുക്കില്ല. പക്ഷെ അദ്ദേഹം അത് പറഞ്ഞത് എൻ്റെ ചെവിയിൽ അപ്പോഴും ഇപ്പോഴും ഒക്കെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന, അദ്ദേഹം ഒച്ചത്തിൽ പ്രാർത്ഥിക്കുക. അദ്ദേഹത്തിന് മനസ്സിൽ പ്രാർത്ഥിച്ചാൽ പോരെ, അത് പോരാ. പക്ഷേ അപ്പം ഈശ്വര നിശ്ചയം മറ്റുള്ളവരും അറിയണം. കാരണം അങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. സദ്ബുദ്ധിം ഗുരു, അത് ഇന്നിപ്പോൾ അത് പറയാൻ ഓർമ്മ വന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ശ്ലോകത്തെ ഒന്നുകൂടി ചൊല്ലിക്കൊണ്ട് അർത്ഥം മനസ്സിലായി എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ആദ്യമായിട്ട് സരസ്വതി ഒപ്പോളോട് 1ാമത്തെയും 2ാമത്തെയും ശ്ലോകം ചൊല്ലണമെന്ന് പ്രാർത്ഥിക്കുന്നു. മൂഢജഹീഹി ധനാഗമ തൃഷ്ണാം കുരു സദ്ബുദ്ധിം മനസി വിതൃഷ്ണാം യല്ലഭസേ നിജ കർമ്മോപാത്തം വിത്തം തേന വിനോദയ ചിത്തം. അപ്പോൾ ഇനി ഇത് സരസ്വതി അപ്പോൾ ഒന്ന് പാടിക്കോട്ടെ. 1ഉം 2ഉം ശ്ലോകങ്ങൾ, ഇപ്പൊ പഠിച്ച 2 ശ്ലോകങ്ങളും നമ്മളൊന്ന് ചൊല്ലിക്കോട്ടെ. ഈ സരസ്വതി ആസ്ഥാന ഗായികയും കൂടെ ആണല്ലോ എന്ന് വിചാരിച്ച. അപ്പൊ ഈ ഈണം, നമുക്ക് ഈണം ഇല്ലാത്തവർ തന്നെ അങ്ങനെയില്ല, എനിക്കറിയാവുന്ന പോലെ അല്ല. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. സംപ്രാപ്തേ സന്നിഹിതേ കാലേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ
നഹി നഹി രക്ഷതി ദുഃഖിഞ്ചകരണേ ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ മൂഢജഹി ധനാഗമതൃഷ്ണാം കുരു സദ്ബുദ്ധി മനസി തൃഷ്ണാം യല്ലഭസേ നിജ കർമ്മോപാത്തം വിത്തം തേന വിനോദയ ചിത്തം ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. ശങ്കര ജയശങ്കര. ഇനി മറ്റു പഠിതാക്കൾ ആർക്കെങ്കിലും ഈ 1ഉം 2ഉം ശ്ലോകങ്ങൾ ചൊല്ലുവാൻ താല്പര്യമുണ്ടെങ്കിൽ ചൊല്ലിയാൽ നന്നായിരുന്നു. എല്ലാവരും തന്നെ ചൊല്ലി ശീലിക്കുകയും കൂടെ വേണമല്ലോ. ഇത് ആർക്കാണ് താല്പര്യം? ശോഭ ചേച്ചി ചൊല്ലുന്നു, അത് കഴിഞ്ഞ് ഉണ്ണികൃഷ്ണൻ സാർ ചൊല്ലിക്കോട്ടെ. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ദുർഗൃഞ്ജകരണേ മൂഢജഹി ധനാഗമതൃഷ്ണാം കുരു സദ്ബുദ്ധിം മനസി വിതൃഷ്ണാം യല്ലഭസേ നിജ കർമ്മോപാത്തം വിത്തം തേന വിനോദയ ചിത്തം ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. ജയശങ്കര. ജയശങ്കര. അടുത്തത് ഉണ്ണികൃഷ്ണൻ സാറ്, അത് കഴിഞ്ഞ് നമുക്ക് രമാരാമകൃഷ്ണൻ. ഉണ്ണികൃഷ്ണൻ സാറ് ചൊല്ലിക്കോട്ടെ. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ദുഃഖൃൻകരണേ ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ മൂഢജഹി ധനാഗമ തൃഷ്ണ മൂഢജഹി ധനാഗമ തൃഷ്ണാം കുരു സദ്ബുദ്ധിം മനസി വിതൃഷ്ണാം മൂഢജഹി ധനാഗമ തൃഷ്ണാം കുരു സദ്ബുദ്ധിം
ഭക്തിം മനസി വിതൃഷ്ണാം യല്ലഭതേ നിജ കർമ്മോപാത്തം യല്ലഭതേ നിജ കർമ്മോപാത്തം വിത്തം തേന വിനോദയ ചിത്തം ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. ജയശങ്കർ. ജയശങ്കര. രമ ചേച്ചി ചൊല്ലിക്കോളൂ. ജയശങ്കര. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. സംപ്രാപ്തേ സന്നിഹിതേ കാലേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ഡോഗ്രിംസ്കരണി. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. മൂഢ ജഗീ ധനാഗമ തൃഷ്ണ മൂഢ ജഗീ ധനാഗമ തൃഷ്ണ കുരു സദ്ബുദ്ധിം മനസി വിതൃഷ്ണ യല്ലഭസേ നിജ കർമ്മോപാത്തം യല്ലഭസേ നിജ കർമ്മോപാത്തം വിത്തം തേന വിനോദയ ചിത്തം ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. ജയശങ്കര. ജയശങ്കര. നന്ദി. അപ്പൊ നമ്മൾ ചൊല്ലിക്കൊണ്ടേ ഇലച്ചി ചൊല്ലിക്കോളൂ. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. സംപ്രാപ്തേ സന്നിഹിതേ കാലേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ദുഃഖിഞ്ചകരണേ. രണ്ടാമത്തെ ശ്ലോകം ഇല്ലേ? മൂഢജഹീ ധനാഗമ തൃഷ്ണാം ഗുരു സദ്ബുദ്ധിം മനസി വിതൃഷ്ണാം. മൂഢജഹീ ധനാഗമ തൃഷ്ണാം ഗുരു സദ്ബുദ്ധിം മനസി വിതൃഷ്ണാം. യല്ലഭസേ നിജ കർമ്മോപാന്തം വിത്തം തേന വിനോദയ ചിത്തം. യല്ലഭസേ നിജ കർമ്മോപാന്തം വിത്തം തേന വിനോദയ ചിത്തം. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. ജയശങ്കര. ജയശങ്കര. ജയശങ്കര.
അപ്പോൾ നമ്മുടെ സമയം അതിക്രമിച്ചിരിക്കുന്നു. അരമണിക്കൂറാണ് അനുവദിച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ ശ്ലോകം ഇന്ന് പഠിച്ച വരികൾ? ഓരോ വരികളിലും നമ്മൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞു. അത്യാഗ്രഹത്തെക്കുറിച്ച് പറഞ്ഞു. അത്യാഗ്രഹത്തെ നമ്മൾ നിഷേധിച്ചിരിക്കുന്നു. അത്യാഗ്രഹം എന്ന് പറയുന്നത് ബന്ധനമാണ്. ആ ബന്ധനത്തെ ഉപേക്ഷിച്ച് സാക്ഷാൽ ഈശ്വരനെ കുടിയിരുത്തണം. അതാണ് ഏറ്റവും വലിയ ധനം എന്ന് പറഞ്ഞു. അപ്പൊ എന്താണ് ഏറ്റവും വലിയ ധനം എന്ന് പറഞ്ഞു? എന്താണ് ഏറ്റവും വലിയ കുഴപ്പം? അത് അത്യാഗ്രഹമാണെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെന്താണ്? അത്യാഗ്രഹത്തെ ഉപേക്ഷിക്കണം, അതിനെ നിഷേധിക്കണം എന്ന് പറഞ്ഞു. പിന്നെന്താണ്? അവനവൻ ധനം സമ്പാദിക്കേണ്ട എന്നല്ല പറഞ്ഞു, സമ്പാദിക്കണം. അവനവന്റെ കർമ്മഫലം എന്താണ്? അവന്റെ കർമ്മങ്ങൾ ചെയ്യുക. ആ കർമ്മത്തിനനുസരിച്ച് കിട്ടുന്ന ഫലം കൊണ്ട് എന്ത് ചെയ്യണം? സന്തോഷമാണ്. അപ്പൊ അത് ഏറ്റവും അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് സന്തോഷമാണ്. ആ സന്തോഷത്തെ നമ്മൾ വരണം. അതെങ്ങനെ വേണം? സദ്ബുദ്ധിം ഗുരു എന്ന് പറഞ്ഞു. മനസ്സില് സദ്ബുദ്ധി ഉണ്ടാകണം. അപ്പൊ സദ്ബുദ്ധിയെ കുടിയിരുത്തണം. അപ്പൊ അത് പറഞ്ഞപ്പോൾ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയത്, സത്യത്തിൽ വിഷ്ണു പുരാണത്തിൽ പറയുന്നുണ്ട്, സാധാരണ സനാതന ധർമ്മം എന്ന് പറയുന്നത് തന്നെ സദ്ബുദ്ധിയാണ്. അതെന്താണ്? ഹിംസയാ ദൂയതേയശ്ച സദാചാരേണ തത്പര എന്നാണ് പറയുന്നത്. ഹിംസയാ ദൂയതേയശ്ച സദാചാരേണ തത്പര. സദാചാരങ്ങൾ മാത്രം ചെയ്യുവാൻ എപ്പോഴും മനസ്സിൽ തത്പരനായിരിക്കുന്നവൻ. ഹീനം ദൂഷയത് ഇതു ഹിന്ദു ശബ്ദ എന്നാണ്. ഹീനമായിട്ടുള്ള എന്തിനേയും തിരസ്കരിച്ചുകൊണ്ട് സദാചാരങ്ങളെ മാത്രം മനസ്സിൽ കൂടി ഇരുത്തുന്നവനാണ് ഹിന്ദു എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് തന്നെയാണ് സനാതനമായ ആ ധർമ്മം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഭഗവാനെ പ്രാർത്ഥിക്കുക. എപ്പോഴും നമ്മൾ ഭാഗവതത്തില് നാരായണ കവചം വിശ്വരൂപൻ ഇന്ദ്രൻ ഉപദേശിക്കുന്നുണ്ട്, ഇല്ലേ? ഇന്ദ്രന് എല്ലാം ഇല്ലേ? യയാഗുപ്ത സഹസ്രാക്ഷ സവാഹാൻ രിപുസൈനികാൻ ക്രീഡന്നിവ വിനർജിത്യ ത്രിലോക്യ ബുഭുജേ ശ്രിയം. ഇന്ദ്രൻ ചോദിക്കുന്നു, എനിക്ക് എന്താണ് ഇവരെയൊക്കെ ജയിക്കാൻ ഇനി വേണ്ടത് എന്ന് പറഞ്ഞ് നാരായണം എനിക്ക് നാരായണ കവചം ഉപദേശിച്ചു തരണം എന്ന് പറയുന്നു. അത് ദേവഗുരുവായ ബൃഹസ്പതിക്ക് പകരം ദേവഗുരുവായ വിശ്വരൂപൻ ഇരുന്ന കാലഘട്ടത്തിലാണ്. അപ്പൊ ആ വിശ്വരൂപൻ പിന്നെ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു, ഇല്ലേ? ഇത് നാരായണമയം വർമ്മ സന്നഹ്യേത് ഭയാഗത പാദയോർജാനുരോർവോർ ഉദരേ ഹൃദ്യധോരസി എന്നാണ്. അപ്പൊ നാരായണനെ പാദം മുതൽ, ഏറ്റവും പാദത്തിന്റെ നഖം മുതൽ തലവരെ വിന്യസിച്ചുകൊണ്ട് ഈ നാരായണ കവചം ചൊല്ലിക്കോളാനാണ് പറയുന്നത്. അപ്പൊ നോക്കൂ, എപ്പോഴും മനസ്സിൽ ശരീരമാസകല. അപ്പൊ നാരായണനകത്ത് തന്നെയാണ്. കൊണ്ട് വേണം എന്ത് കർമ്മങ്ങളും ചെയ്യുമ്പോൾ. എന്നിട്ട് ദേവേന്ദ്രൻ അങ്ങനെയാണ് ശത്രുക്കളെ നിഗ്രഹിച്ച് ജയിച്ചിരിക്കുന്നത് എന്നാണ്. അപ്പൊ കർമ്മം ചെയ്യുക എങ്ങനെ? ഈശ്വരൻ തന്നെ രക്ഷിച്ചു കൊള്ളും. നാരായണ കവചമാക്കിക്കൊണ്ട് നാരായണൻ തന്നെ ഉള്ളിലുണ്ട് എന്ന് സാധിച്ചുകൊണ്ട് യുദ്ധമെല്ലാം ജയിച്ചു എന്നാണ്. ഇത് കൂടുതൽ ഞാനിന്ന് സംസാരിക്കുന്നില്ല, കാരണം ഇന്ന് പ്രഭാഷണമല്ലല്ലോ, ക്ലാസ് അർത്ഥം അറിഞ്ഞ് പഠിക്കുക എന്നുള്ളതാണ്. അപ്പം എൻ്റെ വാക്കുകളെ ഞാനിവിടെ ഉപസംഹരിക്കുന്നു. ജയശങ്കര. എന്തെങ്കിലും സംശയം ഉണ്ടോ? ഞാൻ ചിന്തിക്കാം, പറയാൻ പറ്റുമെന്ന് നോക്കാം. ചേട്ടാ, ശ്രീധര മേനോൻ സാറ് എന്ന് ചൊല്ലാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹം ഒന്ന് ചൊല്ലിക്കോട്ടെ. ആയിക്കോട്ടെ ജയശങ്കര. വീഡിയോ ഓൺ ചെയ്താൽ നന്നായിരിക്കും സാർ. ശ്രീധര മേനോൻ. ശബ്ദം കേൾക്കുന്നില്ലല്ലോ. അദ്ദേഹത്തിന്റെ ഓഡിയോയും ഓഫാണോ? ശ്രീധര മേനോൻ. അതെ. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി രക്ഷതിടും കരണേ നഹി രക്ഷതിടും കരണേ മൂഢജഹീഹി ധനാഗമതൃഷ്ണാം കുരു സദ്ബുദ്ധിം മനസി വിതൃഷ്ണാം യല്ലഭസേ നിജ കർമ്മോപാത്തം വിക്തം തേന വിനോദയ ചിത്തം. ഹരേ കൃഷ്ണ. വളരെ സന്തോഷം ശ്രീധര മേനോൻ സാർ. ക്ലാസ് കേട്ടിട്ട് മനസ്സിന് ഒരു ഭയങ്കര എന്തോ ഒരു സമാധാനം പോലെ. ഞാനത് പറയാൻ വരികയായിരുന്നു സരസ്വതിയുടെ, ഞാൻ പറയാൻ വരികയായിരുന്നു. അതായത് ശരിക്കും നമ്മൾ, എനിക്ക് തോന്നുന്നു കുട്ടിക്കാലത്തൊക്കെ നമ്മൾ കേട്ടു
കേട്ടിട്ടുണ്ട് ഭജഗോവിന്ദം ഭജഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതി. പക്ഷെ അത് നമുക്ക് കൂടുതലായിട്ട് അറിയാൻ ഉള്ള അവസരം ഇന്നാണ് കൈവന്നിരിക്കുന്നത്. അതൊന്ന്. രണ്ടാമത്തെ കാര്യം ഞാൻ ആലോചിക്കുകയായിരുന്നു, ശരിക്കും പറഞ്ഞാൽ ശങ്കര ആചാര്യസ്വാമികൾ പറയുന്നത് നാരായണന്റെ നാമം ജപിക്കാത്തവര് നിങ്ങൾ മൂഢന്മാരല്ലേ. ശരിക്കും പറഞ്ഞ ഞാൻ തന്നെ ആലോചിക്കുകയാണ്, ഈ ജപിക്കാത്തവരൊക്കെ മൂഢന്മാര് തന്നെയാണ്. ഈ അതായത് ഈ ഒരു എന്താ പറയാ കലികാല വൈഭവമായ ഭഗവാൻ നാരായണൻ അദ്ദേഹത്തിനെ ഒന്ന് ഓർക്കുന്നത് പോലും എന്താ പറയാ പുണ്യം ഒന്നിരിക്കെ. അജാമിളന്റെ കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. നാരായണ എന്നോ നാമം തന്നെ ജപിച്ചത് കൊണ്ട്, അല്ലെങ്കിൽ പേരക്കുട്ടീനെ നാരായണ എന്ന് വിളിച്ചത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് സ്വർഗപ്രാപ്തി ലഭിച്ചു. അപ്പോൾ എത്ര മഹത്വമാണ് ഈ നാമം. ഈ നാമത്തെ അറിയാതെ പോയി കഴിഞ്ഞാൽ അത് വളരെ ഒരു എന്താ പറയാ അതിനൊരു വേർഡ് പോലും എനിക്ക് കിട്ടുന്നില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സന്തോഷം തോന്നുന്നു ജയേട്ടാ. കാരണം നമുക്ക് ആ വേർഡാണല്ലോ ഭഗവത്പാദർ വിളിച്ചത് മൂഢാന്ന് അല്ലെ? അതെ, മൂഢൻ തന്നെ, മൂഢന്മാര് തന്നെയാണ് ശരിക്കും. അതറിയാം. തീർച്ചയായിട്ടും എല്ലാവരും ഹരിയുടെ നാമം ജപിക്കട്ടെ. എല്ലാ ഗൃഹങ്ങളിലും ഹരിയുടെ നാമം മലയാളിക്കട്ടെ. വളരെ സന്തോഷം. എനിക്കിപ്പോ ഒരു അനുഭവം പറയട്ടെ. ഞാൻ പറഞ്ഞോളൂ. ഞാനിപ്പോ 14 ദിവസം നാട്ടിൽ പോയി. അപ്പോഴത്തേക്ക് ഞാൻ ആ കൊപ്ര ഉണക്കാൻ ടെറസിൽ കയറി. അപ്പൊ നല്ല മഴയായിരുന്നു. ഞാൻ അത് ഇങ്ങോട്ട് ഇറങ്ങുകയല്ല, ഞാൻ തെന്നി വീണു. എന്റെ ഒരു സൈഡ് ഇങ്ങനെ അടിച്ചിട്ട് വീണിട്ട് കയ്യെ കിടന്ന 4 വളയം മൊത്തം ചളുങ്ങി, നല്ല ചളുങ്ങി. പക്ഷെ എന്റെ തലയൊക്കെ അടിച്ചാ വീണ. പക്ഷെ എനിക്ക് തലയ്ക്കൊരു വേദനയോ ഒന്നും ഉണ്ടായില്ല. ഞാനെനിക്ക് വള നൂർക്കാൻ സ്വർണ്ണക്കട ചെന്നപ്പോ അവര് ചോദിച്ച്, പിന്നെ ഈ ഇത്രയും വള ചടങ്ങിയൊക്കെ നിങ്ങൾക്കൊന്നും പറ്റിയില്ലേ? ഞാൻ പറഞ്ഞ എന്റെ കൂടെ ഭഗവാൻ ഉള്ളത് കൊണ്ട്, നമ്മൾ ഭഗവാനെ ഭജിക്കുന്നതുകൊണ്ട് മാത്രം അല്ലേ, അത്രയും അതുപോലെ ഞാൻ വീഴുമായിരുന്നു. തീർച്ചയായിട്ടും എല്ലാവർക്കും ഭഗവാന്റെ കാരുണ്യം ഉണ്ടാവട്ടെ. നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം അല്ലേ ജയേട്ടാ? നമുക്ക് വരുന്ന ഞായറാഴ്ച നമ്മുടെ അദ്വൈത ലഹരിയുടെ ക്ലാസ് ഉണ്ട്. വൈകുന്നേരം ഉച്ചയ്ക്ക് 3 മണിക്കാണ്. വേദങ്ങളെക്കുറിച്ചും വേദാംഗങ്ങളെക്കുറിച്ചും ഉപനിഷത്തുകളെ കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്ന ഒരു പരിപാടിയാണ്. ഡോക്ടർ PV വിശ്വനാഥ സാറാണ് ക്ലാസ് എടുക്കുന്നത്. എല്ലാവരുടെ സാന്നിധ്യം അതിനും ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും നന്മയുണ്ടാകാൻ ഭഗവാൻ നാരായണനോട് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തേക്ക് വിടവാങ്ങാം. എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ. ലോക സമസ്ത സുഖിനോ ഭവന്തു. ജയ് ശങ്കര. ജയ് ശങ്കര. ജയശങ്കര. നാരായണ നാമം ജപിക്കാം.